നമസ്കാരം കുട്ടികളും, സോസാറാണ്. നമ്മുടെ കീം എൻട്രൻസ് 2025 ഇനി ഏകദേശം 5 ദിവസം കൂടിയാണ് ഇതിനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടതും കേൾക്കേണ്ടതുമായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ലക്ഷ്യം. നിങ്ങൾ എന്തായാലും കുറെയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനിയും പഠിക്കാനുള്ള ദിവസങ്ങൾ ഇത്രമേ ഉള്ളൂ. ഈ വർഷം ഇത്തിരി കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ നമ്മുടെ എക്സാമിന്റെ റിസൾട്ടിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം കൂടെ എക്സ്ട്രാ കിട്ടി. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയം കൂടാതെ ഒരു മാസം കൂടി കൂടുതലുണ്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ള പ്രയോജനം അവർക്കുണ്ടായിരുന്നു, പഠിച്ചെഴുതാനുള്ള ഒരു സമയം. ഈ വർഷം അതിനൊന്നും നമുക്ക് സമയം കൂടുതൽ കിട്ടുന്നില്ല. എന്തായാലും എഴുതിയേ പറ്റൂ. ഓക്കെ, ഇന്ന് നമ്മുടെ അതൊന്നുമല്ല വിഷയം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻട്രൻസ് ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ, സമയങ്ങൾ, കാര്യങ്ങളെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. എല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം 23-ാം തീയതിയാണ്. നെക്സ്റ്റ് നമുക്ക് 25 തൊട്ട് 29 വരെ. ഇതാണ് നമ്മുടെ ബിടെക്കിന്റെ ഡേറ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് 24 എന്ന് പറയുമ്പോൾ അത് ബിഫാമിനുള്ളതാണ്. അപ്പോൾ 23-ാം തീയതി ഉണ്ട് ബിടെക്കിന്. പിന്നെ 25, 26, 27, 28, 29 വരെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. ഇതിനിടയ്ക്കുള്ള ഒരൊറ്റ ദിവസം 24 ബിഫാമിനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ഏകദേശം കൃത്യമായിട്ട് ഡേറ്റ് കിട്ടി. ഇനി ബിടെക്കിന്റെ സമയം എന്ന് പറയുമ്പോൾ നമുക്ക് 2 മണി തൊട്ട് 5 മണി വരെയാണ് എല്ലാ ദിവസവും എക്സാമിന് പോകേണ്ടത്. ടൈം നിങ്ങൾ 12 മണിയാകുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അവിടെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ എക്സാം ഉള്ള ദിവസം ആരൊക്കെയാണോ അവർ 12 മണിക്ക് അവിടെ എത്തിയിരിക്കണം. 2 മണി തൊട്ട് 5 മണി വരെയാണ് എക്സാം. എന്ന് പറഞ്ഞാൽ 3 അവേഴ്സ് ആണുള്ളത്. 3 അവേഴ്സ് എന്ന് പറയുമ്പോൾ 180 മിനിറ്റ് ആണുള്ളത്. ഈ 180 മിനിറ്റ് എന്ന് പറയുമ്പോൾ 150 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിനകത്ത് മാത്സിന് 75, ഫിസിക്സിന് 45, കെമിസ്ട്രിക്ക് 30, ഇങ്ങനെ 150. ഓക്കെ, 45, 30, 75. ഈ 75 ചേരും 150 ക്വസ്റ്റ്യൻസ്. ഇനി അപ്പൊ ഇതിന്റെ റേഷ്യോ വരുമ്പോൾ 5:3:2 ആണ് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയുടെ റേഷ്യോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാത്സ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ 3 ഫിസിക്സ് ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അപ്പോൾ ഇതിന്റെ പകുതിയിൽ താഴെയാണ് കെമിസ്ട്രിയുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. അത് മനസ്സിലായല്ലോ. 5:3:2 ആണ്. അപ്പൊ നമുക്ക് ഏകദേശം 150 ക്വസ്റ്റ്യൻസിന് 180 മിനിറ്റ് എന്ന് പറയുമ്പോൾ 72 സെക്കൻഡ്സ് ആണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആവറേജ് നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയം. ഇപ്പൊ ഈ ചില ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 10, 15, 20 സെക്കൻഡ് കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ ആ ബാക്കി കിട്ടുന്ന സമയം നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആവറേജ് ടൈം ആണ് 72 സെക്കൻഡ്സ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും 72 സെക്കൻഡ്സ് എടുക്കണമെന്നല്ല, അതിന് മുമ്പ് തീർക്കാം, അത് ശേഷവും എടുക്കേണ്ടി വരാം. അതൊക്കെ ക്വസ്റ്റ്യൻസിന്റെ ടഫും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്താണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി ടൈമിംഗ് എന്ന് ഇതെല്ലാം ക്ലിയർ ആയിട്ട് ടൈം എല്ലാം ആയല്ലോ. ഇത്രയൊക്കെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പിന്നെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോകണമെന്ന് അറിയാം. ഡ്രസ് കോഡൊക്കെ ഞാൻ ഉടൻ തന്നെ തരാം. അതിനെക്കുറിച്ച് അത് കൃത്യമായിട്ട് തരാം. അതിപ്പോ നമ്മുടെ ഈ കാര്യങ്ങൾ മാത്രമാണ്. ഇനി ബിഫാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 11:30 തൊട്ട് 1 മണി വരെയാണ് നമ്മുടെ എക്സാം ടൈം. നിങ്ങൾ 9:30-ക്ക് നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും 2 മണിക്കൂർ മുൻപേ അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് വരുന്നത് 75 ക്വസ്റ്റ്യൻസുകൾ മാത്രം. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഫിസിക്സ് 45, കെമിസ്ട്രി എത്രയാണ് 30. അങ്ങനെയാണ് എന്റെ സമയം. 90 മിനിറ്റ് ആണുള്ളത്. ഇവിടെ 180 ഉണ്ട്. 180 മിനിറ്റ് എന്ന് പറയുമ്പോൾ മാത്സിനോട് ചേർത്താണ്. ഓക്കെ ആയല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇപ്പോഴത്തെ എക്സാമിനുമായിട്ട് ബേസ് ചെയ്തുള്ള ഏറ്റവും പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഡ്രസ് കോഡിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണോ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ എക്സാമിന് തൊട്ട് മുമ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. മാക്സിമം നിങ്ങൾ കാണുക. നിങ്ങൾ വേണ്ട മാക്സിമം ട്രിക്സുകൾ യൂസ് ചെയ്തുള്ള ക്ലാസ്സുകളാണ് തരുന്നത്. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യാം. അടുത്ത വർഷത്തേക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്, മെറ്റീരിയൽ, ഇക്വേഷൻ ബുക്കിലേക്ക് ക്വസ്റ്റ്യൻ പാക്കേജ് എല്ലാം കിട്ടും. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് നൈറ്റ്.